മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധവും പണിമുടക്കും. അനിയന്ത്രിതമായി രൂപപ്പെട്ട മണൽത്തിട്ട നീക്കണം എന്നുള്ളതാണ് ആവശ്യങ്ങളിൽ ഇന്ന് തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നു. ചന്തു, എന്താണ് മുതലപ്പുഴയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആരൊക്കെയാണ് സമരമുഖത്തുള്ളത്? ലക്ഷ്മി, ഇവിടെ രാവിലെ മുതൽ ആരംഭിച്ച റോഡ് ഉപരോധം ഇപ്പോഴും പുരോഗമിക്കുകയായിരുന്നു. ഇപ്പോൾ ഫിഷറീസ് ഡയറക്ടർ ഈ റോഡ് ഉപരോധം ചെയ്യുന്ന മുല്ലപ്പുഴി സംരക്ഷണ സമിതിയുമായി ചർച്ചയ്ക്കെത്തിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പോലീസിന്റെ ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. ഫിഷറീസ് ഡയറക്ടർ എത്തി ഈ സമരസമിതി പ്രവർത്തകർ ചർച്ച നടത്തുകയാണ്. ഈ സമരം പ്രധാനമായും അവസാനിപ്പിക്കണമെന്ന കാര്യമാണ് ഫിഷറീസ് ഡയറക്ടർ ഈ സമരസമിതി നേതാക്കളോട് ആവശ്യപ്പെടുന്നത്. കാരണം പെരുമാതുറ നിന്നും ഉള്ള പ്രധാന റോഡാണ് ഈ മുതലപ്പുഴി പാലത്തിന് സമീപം അടയ്ക്കുകയും വടം കെട്ടി അടയ്ക്കുകയും പ്രതിഷേധം തുടരുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഗതാഗതം വലിയ രീതിയിൽ തടസ്സപ്പെടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായാണ് ഇപ്പോൾ ഫിഷറീസ് ഡയറക്ടർ സ്ഥലത്തെത്തി മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തുന്നത്. എന്തായാലും ആദ്യഘട്ടം മുതൽ ഇവർ ആവശ്യപ്പെടുന്നത് ഈ അനിയന്ത്രിതമായി അടിഞ്ഞുകൂടിയ മണൽ അത് നീക്കം ചെയ്യണമെന്നാണ്. കാരണം പല ഉറപ്പുകളും ഇതിനു മുൻപ് ലഭിച്ചു, ആ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഈ മണൽ നീക്കാതെ സമരത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്നാണ് സമരസമിതി ആദ്യം തന്നെ അറിയിച്ചിരുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഈ സമരം നടത്തുന്ന ഒരു ആലോചന യോഗത്തിന്റെ ഭാഗമായി ഒരു എക്സ്കവേറ്റർ സ്ഥാപിച്ചിരുന്നു. പക്ഷെ അത് പര്യാപ്ത അടിഞ്ഞുകൂടിയ സാഹചര്യമുണ്ട്. അതിനാൽ ഡ്രഡ്ജർ എത്തിച്ച് മണൽ നീക്കം ചെയ്യണമെന്നാണ് സമരസമിതി പ്രധാനമായും ആവശ്യപ്പെടുന്നത്. അക്കാര്യം മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ ഫിഷറീസ് ഡയറക്ടറോടും പറയുന്നുണ്ട്. ഈ ചർച്ചയിൽ ഒരു തീരുമാനമായില്ലെങ്കിൽ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് മത്സ്യത്തൊഴിലാളികൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി ചന്തുവിന്റെ ശബ്ദം മുറിഞ്ഞു പോകുന്നുണ്ട്. മുതലപ്പുഴയിൽ ഏതായാലും മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധവും പണിമുടക്കും നടക്കുകയാണ്. അനിയന്ത്രിതമായി രൂപപ്പെട്ട മണൽത്തിട്ട നീക്കണം എന്നുള്ളത് ആണ് അവരുടെ ആവശ്യം. ഈ ആവശ്യങ്ങളിൽ ഇന്ന് തീരുമാനമുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കും എന്ന് പറയുകയാണ് മത്സ്യത്തൊഴിലാളികൾ. നമുക്കറിയാം, ഈ മുതലപ്പുഴി മരണപ്പൊഴിയായി മാറിയിട്ടുള്ളത്. ഈ മണൽത്തിട്ടകൾ വലിയ തോതിൽ അപകടമുണ്ടാക്കുന്നത്, അവിടെ മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങളെ അപകടത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഇതിനോടകം ഒരുപാട് പുറത്തേക്ക് വന്നതാണ്. ഏതായാലും ആ മനുഷ്യരുടെ ആവശ്യങ്ങൾ ഇതുവരെയും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ ആവശ്യങ്ങളിൽ ഇന്ന് തന്നെ തീരുമാനം വേണം എന്ന് പറഞ്ഞ് സമരമുഖത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ. വിവരങ്ങൾ നൽകുകയായിരുന്നു ചന്തു ചന്ദ്രശേഖർ.